എന്തായാലും എല്ലാടും ഒന്ന് കാണണം. നമ്മളിപ്പോ ഇത് ആദ്യമായിട്ടല്ലേ ഈ ലൈമണ്ടിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണണത്. എന്നാല് കുട്ടിയെ ഇതുണ്ടോ ഇങ്ങോട്ടൊക്കെ ചൂറമ്മോ പടം നോക്കേ പെണ്ണെ ഇങ്ങോട്ടൊക്കെ ഓളെ കുട്ടികളും മാപ്പിളിയും ഒക്കെയാണ് ഇരിക്കണത്. ഇതണ്ട ഇങ്ങോട്ടൊക്കെ എത്ര കുട്ടികളാണ് തന്നെ? മൂല്യരാണ് ഉദയപ്പള മക്കളൊക്കെ പോലെ തന്നെ മരുവനും ഒക്കെ അന്റെ മകനാ തോന്നും. മരുവനെ കണ്ടാലേ ഞങ്ങളേ അകത്തുകൂടിയൊക്കെ ഒന്ന് പോട്ടെ. ഇതൊക്കെ കിട്ടിയതാണ്. ഇതാണ്ടോ ഓള് കുത്തിരിക്കണ ചിരിച്ചിങ്ങാണ്ട് കുട്ടികളും ഉണ്ട് കണ്ടോ. എത്ര പോട്ടാണ് ഓളത്. ഇതൊക്കെ അവിടുന്ന് കൊടുക്കണേ കാരൻ കമ്പനീന്നേ നമുക്ക് കിട്ടുമടി. കൊറേ ആയോ വന്നിട്ട്? ഇതേമാതിരി നിങ്ങളെ പേരൊക്കെ അങ്ങനെ തന്നെ ഇതേമാതിരിയാണില്ലേ? നമുക്ക് ഇവിടെ കുത്തിരിക്കാൻ 5 മിനിറ്റ്. ഞാൻ പോന്നപ്പോ എന്റെ സൂറമ്മോ ഇത്തര കൂട്ടൊന്നും ഇത് ഉണ്ടാവൂലെന്ന് കരുതിയതാണ്. ഒരു മനസ്സിന് ദുബായിൽ പോയവർക്കും കൂടി ലങ്ങാരിക്കൂട്ട് പെരയും കൂട്ടിച്ചൊക്കെ കടക്കയും കട്ടിലും അലമാറി എന്തെല്ലാം ഇതൊക്കെ ഇത് കിട്ടിന്ന് പറഞ്ഞ വിശ്വസിച്ചു ആൾക്കാര്. ഇതിപ്പോ ഞമ്മക്ക് കണ്ണിലട് കാട്ടിക്കൊടുക്ക. പോയി കണ്ട നമ്മളോട് എന്താ പറയാ അല്ലേ? ഈ അവിടെ മൈക്കില് പറഞ്ഞിരുന്നു സെലീനാമ്മയുടെ അത് സംസാരിച്ചിരുന്നു. എന്തെന്നോ ചിന്ന കിട്ടി, കാറ് കിട്ടി, പെര കിട്ടിന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അന്നേ പോയപ്പോൾ അതൊക്കെ അവിടെ പറയുന്നുണ്ടേ. അപ്പച്ച മളേ അപ്പൊ എന്റെ മനസ്സിൽ കരുതിയതാ ഞാന് ഈ ആ പെരേന്ന് പോയി ഞാൻ ഈ പെരുന്നാക്ക് നമ്മളെ വിളിച്ചാലോ അല്ലേ? 2ാം പെരുന്നാള് നമ്മളെ മരുവളും മക്കളും ഒക്കെ ഇപ്പൊ അവിടെ കിടക്കണ്ട്. എന്നാലും നമ്മളിത് കാണാൻ പോരെ ഇതിനൊക്കെ കണ്ടടി അടപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ? ആദ്യത്തെ പത്ര ഇതോ നോക്കച്ചേ. എന്തായാലും വന്നു നമ്മളെ പുറമോ ബുഗ്കളെ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ കേറി പോകുക പറഞ്ഞാല് മെല്ലെ കേറിയാ മതിച്ചേ. കാല് തെറ്റിനൊക്കെ കുടിച്ചളാ. ആ കാമ്പിമേ ഉറുപ്പിയാണ് ചെലവാക്കിയിട്ടാണ് ഈ അയക്കണതേ. ഇജ്ജ് മണ്ടണ്ട സൂറമ്മോ ഇച്ചേ വല്ലാതെ ഒതുക്കൂ ഇതൊക്കെ പാടെ. എന്നാ തന്നെ ഇതില് വന്നിട്ട് ഇപ്പൊ കൊറേ ഉസാറ് കൂടിയിക്കാണ്. ചെത്തിട്ട് നിന്നാ ഇവിടേക്കൊക്കെ തുറമു പുഗ്ഗന്നെ നല്ല ചൊറുക്കിലെ പുഗ് അല്ലേ? റോസാ പുഗിന്റെ മാതിരി ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് താഴത്തെ അതേ മാതിരി ആലോചിച്ചൊക്കെ ഞാൻ നല്ല ചൊക്കിട്ടാണ് ഞമ്മക്ക് ഇങ്ങനെ കഴിക്കാൻ. പിന്നെന്താ ഞമ്മക്ക് കിട്ടിക്കൂടായിണ്ടോ? ഇത് കിട്ടുന്ന ഉറപ്പായില്ലേ? അല്ല പെണ്ണെ കിട്ടുന്ന ഉറപ്പായില്ലേ? ഇത് പോരെ. ഞാൻ ഞമ്മക്ക് എന്താ ഇവിടെ നേരെ പറ അടക്ക. ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി നോക്ക. അപ്പുറത്തൊന്ന് പോയി നോക്ക. ചെല്ലാവടി ഇങ്ങോട്ട് വാ. പെട്ടിയും സായിബോള് വെക്കണ തല അങ്ങനെ മോലിയാരുട്ടിയൊക്കെ ഉണ്ടോ തോന്നുന്നു ഇവിടെ. അതിൻ്റെ അത് നമ്മള് പറഞ്ഞിരുന്നു ഒരു പൈസ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. മാപ്പിളയും മോലിയാരും ഒരു പൈസ എന്ന് പറഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ടാണ്. ഓൻ്റെ റൂമാക്കാരത് മോൻ്റെ ഇതൊക്കെ ഇരിക്കണം. മോലിയാരിൻ്റെ വേഷമൊക്കെ ഇതടി ആ കുട്ടിയെ ഇതുണ്ടോ? ഇത് തൊപ്പിട്ടിട്ട് ഓളെ വലിയ കുട്ടിയാണിത്. കുട്ടിയൊരു മോലിയരാണ്, മാപ്പിള മോലിയരാണ്. ആർക്കും ചിജ്ജാലോചന ആലോചിച്ചോക്ക. പെണ്ണുങ്ങളെക്കാരെ പോലെ ഇതുണ്ടോ ആ കുട്ടിയാണ്. അതിന് കൊറേ കപ്പൊക്കെ കിട്ടി. ഇതൊക്കെ ഇത് ഓന്റെ റൂം. ഞാൻ ഇത്തരക്കൂട്ടൊന്ന് പിന്നെ കരുതിയിട്ടില്ലേ മോളെ. നോക്കാം ഓള ആൺകുട്ടിയില്ലേ 2ാമത്തെ കുട്ടിന്റെ ചേലന് ഞാൻ അതാന്ന് കരുതി. അവൻ പെണ്ണുങ്ങളെന്ന് കരുതി. അനുസരിച്ച് ഓളാ കുട്ടികൾക്ക് അനുസരിച്ച മരുവനി കിട്ടിക്കല്ലേ. പടച്ചോൻ ഓരോരോ ഉദർത്ത് കൊടുക്കണതാണ്. കൊടുക്കും അറിയുന്നുണ്ടല്ലോ. ഇത് കണ്ടാ മതി നമുക്ക്. എപ്പോഴും മളെ എന്തെത്ര ജോലി നോക്കില്ല പണി. തുന്നല് പഠിപ്പിച്ച് തുന്നക്കടയില് കട നമ്മളെ ആശാന്റെ മാതിരി ഇരുന്ന പെണ്ണാണ് ഇപ്പൊ തൈ അയക്കണതേ. കമ്പിന്റെ നെറും തല്ലിക്കെത്തിക്കത്രേ. ഞമ്മക്കൊക്കെ സൂറ നോക്കിക്കോ.
ആരെന്ത് പറഞ്ഞാലും പാടില്ല. നമ്മളോട് പലോ എന്നോട് തങ്ങൾ ഈ സോപ്പും പൊടി വിറ്റും കൊണ്ട് നടക്കാൻ എത്ര ആള് പറഞ്ഞു വെച്ചിട്ടാ ഓലെ പറയുന്നോലാണ് പറഞ്ഞോട്ടെ. പൊന്നാര സൂറ ഞമ്മക്ക് ആര് പറയണോ കേക്കണ്ട. ഇതടി ഓളെ തുന്നണ അന്നോള് പറഞ്ഞിരുന്നല്ലോ മൈക്കിൽ, ഇത് ഓള് തുന്നൽ കട ഇട്ടുകാട് കുത്തിരുന്നതാണെന്ന് കണ്ടോക്കെ. ഓള് പിന്നെ നമ്മളെ ഈ കുപ്പായൊക്കെ അടിച്ചിരുന്ന ആളെന്ന് തരേ ഓള് കണ്ടോ കത്തിരി എന്തൊക്കെയാണ് ഇങ്ങോട്ടോ നോക്കാം. ഇപ്പൊ ആ പണി ഓൾക്ക് മറന്നിട്ടില്ലല്ലോ. ഇങ്ങോട്ടോ നോക്കടി, കത്തിരി മെഷീന് ഇതൊക്കെ ഓള് ആദ്യത്തെ തൊഴിലാണേ. ആർക്കും കാട്ടി കൊടുക്കാലോ ഈ തൊഴില്. ഇതിപ്പോ ഇനിയിപ്പൊ അതാണെങ്കിലും ഓക്ക് ഇട്ടെടുക്കണ അടിച്ചണ്ടേ, അല്ല ലൈമണ്ട് ചെയ്താലും ഇപ്പൊ ഇത് തുന്നാൻ കൊടുക്കണ്ടേ. നോക്കാം ഇവിടെയൊക്കെ കുത്തിരിക്ക പൊന്നാരെ. എന്നാലും ഈ തലവും ഒക്കെ വീതിയൊക്കെ ഓളാ ഇനിയിപ്പൊ ഞമ്മക്ക് സൂറ ഓളാ പഴയ പേരൊന്ന് കാണണം. അത് കണ്ട അതിന്റെ ആ ഊർക്കൊന്ന് കാണണല്ലോ. ഇത് കണ്ടിട്ട് ഇപ്പൊ മനസ്സ് നിറഞ്ഞിക്ക. ഇനി അത് കൂടി ഒന്ന് കണ്ടാലേ നമുക്ക്. എടീച്ച് വെറ്റിലിനാ കൊടുന്നൂടെ, ഇജ്ജ് ഒന്നും കിട്ടില്ല. ഞാനാണ് ഞാൻ വെറ്റിലിനാ മറക്കും ചെയ്തു. ഇപ്പൊ ഈ തിന്നായി വെറ്റില മുറുക്കായിട്ട് ഒരു തൊഴിലുമില്ല. ഇനി എന്താ കുട്ടികളെ ആരെങ്കിലും കൊണ്ടുവന്നേരുമെന്നാവോ? വെറ്റിലിനാനൊരു ഇത്തിരി ഒന്ന് ചന്തടേ എല്ലായിടത്തും കൊടുക്കണത് എന്തിച്ച് എന്താണ് വെറ്റിലല്ലെങ്കിൽ ഒരു സുഖവും കിട്ടൂലട്ടോ. ഈ ആട് നമ്മളെ ആടുകളെ നോക്കുമ്പോ ഇത് ഈ കോന്തലൊക്കെ ഉണ്ടായില്ലേ. ഇന്നത് എടുക്കാനും പറഞ്ഞു ഞാൻ ഒന്നേറെ എന്താ അവിടെ നല്ല നല്ല മഞ്ഞന്മാരുണ്ടാവും. അതിന്റെ ഇടയിൽ കൂടി ഈ തുപ്പി വെറുക്കി തുപ്പിട്ട് വെച്ചിട്ട് ഞാനത് എടുത്തുവെച്ചു. എന്നാ നമ്മൾ ഞാൻ പോകുക. ഇനി ആരൊക്കെ വരാണ്ടെന്ന് അറിഞ്ഞു. കുട്ടികളാരൊക്കെ വരുന്നുണ്ട്. ഇനി ഇവിടെ ഇരിക്കല്ല സൂറ, നല്ല മട്ടാണ് ഈ സിറ്റ് ഔട്ട് ഇങ്ങനെ കുത്തിരിക്കാനൊക്കെ നല്ല മട്ടാണ്. മുമ്പിൽ തന്നെ റബ്ബർ തോട്ടം ഒക്കെ ഉണ്ട്, സൗകര്യം ഉണ്ട്. ആദ്യത്തെ പേര് എത്രയും സൗകര്യം ഇല്ലത്രേ. പിന്നെ അന്ന് ഒരു ഗതി ഉണ്ടായില്ലേ. ഇതിപ്പോ ഇതില് കിട്ടല്ലേ അന്ന് ഒരു ഗതിയില്ല. ഇതില് വന്നപ്പോ ഇങ്ങോട്ട് കരകയറിക്കളെ. പിന്നെ ഇപ്പൊ ഓരോരുത്തരുടെ നസീബാണ്. കുഞ്ഞു കുട്ടികളും അല്ലേ. 3-4 വളർന്നുണ്ടാകാനുള്ള ഇടങ്ങേറ് സൂറം പോവും ഞമ്മക്കല്ലേ അറിയുള്ളൂ. ഐറ്റന്റെ സ്കൂൾ പഠിപ്പും ഐറ്റൊക്കെ തിന്നാൻ കൊടുക്കലും ഐറ്റന്റെ തുണിയും കുപ്പായം എന്തിനൊക്കെ ഉണ്ടാവും ഈ സാധാ മനുഷ്യന്മാർക്ക്. അതന്നെ അറിയണതേ. നമ്മള് ഓരോ സീറല്ലാണ് അതൊക്കെ എന്തൊട്ടിയാ നേരം വൈകിയത്. ആലയിക്കുസലാ തന്നെ കുത്തിരിക്ക. ഞങ്ങള് കുറച്ചേരായി വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരികയല്ലേ. ഞങ്ങള് ഇങ്ങനെ ഈ ഇത് കണ്ട അജവായി കുത്തിരിക്കല്ലേ. പെരന്റെ പെരയും കൂടി ഇതൊക്കെ പാടെ കണ്ടിട്ട് കാറ് കണ്ടച്ച് പെരന്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒന്ന് പോയൊക്കെ കാണാൻ മാത്രം ഉണ്ട്. നിങ്ങൾ പറഞ്ഞുതരുന്നു പറഞ്ഞെന്നോ നേരെ പോകൂലേ. ഇന്നല്ലേ ആദ്യത്തെ പെരി ഈ പെരിയൊക്കെ കണ്ടാല് സ്വർഗത്തിലാണ്. ആലോചിച്ചൊക്കെ ഞമ്മളിപ്പോ ഇന്നലെ ഞാനല്ലേ വന്നത്. ഓള് ഒരു സോപ്പും പൊടി വന്ന് തുടങ്ങിയത് അത്ര നസീറാദ് ഒരു മൂലയൊരു ഒരു സോപ്പും പൊടി കൊടുത്തിട്ട് അഴിമന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് തുന്നലിന്റെ കടയിൽ നിന്നേ ആ കടയിൽ 4-5 പെണ്ണുങ്ങൾ നമ്മളെ പോലെ ഇരുന്ന് തുന്നണിയിലേക്ക് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിന്ന് ഓരോച്ചെടുത്തീമാണ് ഈ ബർക്കത്ത് വന്നിക്കണത്. അങ്ങനെ പോന്നതാണ്. ഇന്നിപ്പോ കാറുണ്ട്, പെരയായി, പിന്നെന്താ മോട്ടോർ സൈക്കിളും കിട്ടിക്കണു. ഉത്തരേ കുട്ടിനെ അർത്ഥ കല്യാണം. കുട്ടിനെ ഒരു പെൺകുട്ടിയുള്ളൂ. അതിലൊക്കെ പോട്ടങ്ങളായിട്ടിന്റെ ഒക്കെ ഉണ്ട്. ആൺകുട്ടികളും ഒക്കെ ഒരേ മരുവനും ഒക്കെ ഒരേ മാതിരി. നമ്മക്കാകണം ഉറപ്പല്ലേ കിട്ടുന്നില്ലതേ. എത്ര ഇതാക്കിയാലും വേണ്ടില്ല ഞമ്മക്ക് ഇതിന്റെ ഓളില്ലെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോത്ര ആൾക്കാരെ സാധനങ്ങളെ ഇവിടെ വെക്കല. അത്ര ആവശ്യക്കാർക്ക് ഇവിടെ വെക്കും. 30 മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിന് പോകുമ്പോ ഇവിടെ നോക്കും. ഞങ്ങളോട് അറിയേ കായ് ഫോണിൽ കൂടി എത്ര. അപ്പൊ എന്റെ വിചാരം ഫോണില്ലേ, ഇങ്ങനത്തെ ഫോണില്ലേ, ഇതിന്റെ ഉള്ളിൽ കൂടി എങ്ങനെയാണല്ലേ എന്നപ്പോ അതും കുറ്റില്ല. പെയ്താലിയാക്കാനോട് ഞാൻ വരാൻ പറഞ്ഞിരുന്നു. എന്താ കാട്ടണമെന്നാവോ, പോന്നോന്നാവോ, എന്തേ കാട്ടിന്നാവോ. ഈ ഫോൺ കൊണ്ടുവരാത്തോട്ട് ഇപ്പൊ ഒന്നും അറിയണില്ല. ചെലപ്പോ വരുന്നുണ്ടാവും. ഇതൊക്കെ വലിയ ഇട്ടാണ്. ഇപ്പൊ ആടുകളെ മുട്ടിൽ തന്നെ നിക്കുന്നു ആവോ. ഞാൻ പറഞ്ഞിരുന്നു പറ്റണേ പോന്നുള്ളൂ ഉണ്ടോന്ന്. ഇന്നിപ്പോ ഇങ്ങനെ പരിപാടിയല്ലേ ഇവിടെ. ഞാൻ പറഞ്ഞുക്കുണേ ഇനി പത്തരി പറഞ്ഞതല്ലേ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു മഞ്ഞേനോട് ആ പെണ്ണ് ചെല്ലാൻ പറഞ്ഞുക്കണു. അത് ഇനി എന്തായാലും മുടക്കരുത്, നിങ്ങൾ പോന്നോളൂ ഉണ്ടോന്ന് പറഞ്ഞിരുന്നു ഞാന്. ചെന്നോക്കാം.
വരാന്ന് പറയും ചെയ്തു. ഉച്ചാണെങ്കിൽ ഇത് ചങ്കന്ന് ഇറങ്ങുന്നില്ല. പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെ കാര്യം. ഒരു സുഖവും കിട്ടില്ല. ചോറ് എല്ലാരും വന്നു ചെയ്തേനെ കാണാനായിട്ടൊരു ഞാൻ ആദ്യാളായിട്ട് കെട്ടിമാറിയായിരുന്നു. ഇച്ചപ്പോഴാ ഒരു സമാധാനം. അങ്ങോട്ടും ഇങ്ങോട്ടും അനച്ചാ പിന്നെ കൊറ്റനെ ഞങ്ങള് നോക്കില്ലേ? പുള്ളിക്കൊറ്റനൊക്കെ എവിടെ കെട്ടിയത്? അവിടെ ഉണ്ട്. ആ മൂലൊക്കെ കെട്ടിട്ടുണ്ട്. നമ്മളിവിടുന്ന് ചെല്ലുമ്പോക്ക് ഞൊക്കപ്പാടെ പോകുമെന്നാവോ? നോക്കിയില്ലേ നിങ്ങള്? ഇനി അതൊന്ന് ഒഴിവാക്ക. ഇത് ഈ നല്ല മഞ്ഞമാരെ അടി കൊടുക്കുമ്പോ ഈ ആടും ഇതും നിറങ്ങാട് പുല്ല് ബൈക്കോ പിന്നെ പുണ്ണാക്കട്ട് വെച്ച് വെച്ച ഇന്ന് നിങ്ങൾ ഞാനൊരു തീരുമാനം എടുത്തോളി. കുഞ്ഞിപ്പാനോട് ഞാൻ പറഞ്ഞില്ലേ ഇത് മനസ്സിന് എവിടെ പോകാനൊരു സമാധാനല്ല. ഈ ആടുകള് ഇതൊക്കെ പാടെ നമ്മളെ കൊണ്ട് എത്തൂല. നമുക്ക് ഇനി അതിനെ ആരാച്ചാ കണ്ടുകണ്ടത് ഏതാണ്ട് ഒഴിവാക്കണം. നിന്റെ വേണ്ടവർക്ക് എടുക്കാച്ചിട്ടേക്കാരപ്പത് കളയതേ. അതെന്താന്നറിയോ? എന്തേലും തുള്ളി കഞ്ഞോ വെള്ളം കുടിച്ചാല് ഇതൊന്ന് ചമച്ചിട്ടില്ലെങ്കിലേ ചയക്കല്ലേ. അല്ല സൂറാണ്ടി കൂട്ടി ഉണ്ടാക്കി കൊടുന്നാച്ചാലേ നമ്മള് വന്നപ്പോ ഇത് നടക്കട പൊട്ടെ എന്തെടുത്തോ നന്നാക്കിയതാണ്. നല്ല വെറ്റിലട്ടോ ഇതൊക്കെ പൊറത്തിയാടെ അടുത്ത് കൂടെ ഒരു തിരക്ക് ഇട്ടായിട്ടേ നമ്മളമാതിരി പാരപ്പോ തിന്നുന്ന ചൂടാ. പിന്നെ ഞാൻ എന്നൊരു പൊതി എടുക്കണതാണേ. എന്റെ പേച്ചിൽ നിന്നിട്ടില്ല. വന്ന് കേറിയൊക്കെ നല്ല ജന്തുക്കളില് നാളെ കിട്ടിയതല്ലേ. നമ്മക്ക് എന്തായാലും ഇത് നല്ല മട്ടത്തിലാണ് പറഞ്ഞാലും ഞമ്മക്ക് ഇതിലാണ് പോണം. ഇന്ന് നമ്മക്ക് എന്തൊക്കെ കൂറ നമ്മളെ കണ്ണിലല്ലേ ഇത് കാണുന്നത്. ആ പമ്പങ്ങളെ കജ്ജിമൊക്കെ കണ്ടച്ച് മഴയും കുട്ടിനെ കെട്ടിച്ചപ്പോ 10-60 പവനം പണ്ടാക്കര കൊടുത്തിട്ടുണ്ടേ വിലന്റെ കാലത്തെ. അതൊക്കെ ഓണേന്നേരെ നമ്മള് കണ്ണ് കണ്ടില്ലേ. ആരെന്ത് പറഞ്ഞാലെന്താ നമുക്ക് നമ്മളെ കാണില്ല. ആപ്പിൾ കണ്ടു അതൊന്ന് പോയി കാണണം. അന്ന് അനക്ക് ഒഴിവില്ല. ഇജ്ജ് ഞാൻ വിളിച്ചു നോക്കുമ്പോ ഉണ്ടായില്ല. ആഫീസൊന്ന് പോയി കാണണം. അന്ന് ഞാൻ എന്നെ വിളിച്ചേ വിളിച്ചു നോക്കുമ്പോ അന്ന് ഇജ്ജ് പേരക്കുട്ടിന്റെ ടാസത്തിലേക്ക് വയ്ക്കണായിരുന്നു. അവള് പോന്നപ്പോ ഞങ്ങളെ വിമാനം ഇറങ്ങണ സ്ഥലമുണ്ടല്ലോ അതും കണ്ടു. അതൊക്കെ കണ്ടു. ഇപ്പൊ എന്തെല്ലാം കാര്യം അതില് കടക്കൊടുത്തരെന്നോ ഇതൊന്നും ഒന്നുമല്ല. ഞാൻ ആ കമ്പനിയിൽ പോയപ്പോ നല്ല ഉണ്ട് എണ്ടില്ലേ ആ എണ്ടില്ലേ എന്തൊരു നല്ല സ്വഭാവം വെച്ചിട്ടാണ് ഇതില് വന്ന മഞ്ഞമരം കണ്ട ആൾക്കാർക്കൊക്കെ വാരിക്കോരി കൊടുക്കണ ഒരു ഇനി പോണ്ട്. ഇനി ഉണ്ടാക്കണ തരം കാണാനും പോണ്ട്. നമ്മക്ക് ഇനി എന്ത് കാട്ടണം? നമുക്ക് സൂറ ഇനി എന്ത് കാട്ടണോ? നമുക്ക് ഇതിന്റെ എന്തൊക്കെ ഉണ്ടോ ആൾക്കാരോട് അത് പറഞ്ഞാലും ഇഷ്ടപ്പോ എന്താന്നാ പറയാ. ഞങ്ങൾ അവിടെ പോരാ മധ്യയിൽ എന്താണ് ആ വിമാനം ഇറങ്ങണ സ്ഥലം ഉണ്ട് തരാ. അതിന്റെ ബേക്കും കണ്ടു. ഒരു കുന്നിന്റെ മല പച്ച ഇതിലുണ്ടായിട്ട് വിമാനം ഇറങ്ങണ അതിന്റെ ബേക്ക് കേറുമ്പോ ഇനിയിപ്പോ നമുക്ക് കാണാം. ഏതായാലും ജനിച്ചിട്ട് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. ഈ ഒരു പെരിയില് വന്നോക്കുമ്പോ ഇതൊന്ന് ആലോചിച്ചൊക്കെ നമ്മക്ക് പോയിക്ക് നമ്മളാ പഴയ പാട്ടതാ പാടിക്കൊടുത്താലും അതന്നെ. കുലു കുലു മച്ചം പെണ്ണുണ്ടോ കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ സംസാരിക്കാൻ പെണ്ണുണ്ടോ നാളെ ഞങ്ങക്ക് ഇവിടെ വന്നു പറ്റി വജ്ജും കലായിയൊക്കെ ചോദിച്ചറിഞ്ഞാണ്ട് ഈ കുടി വന്നു. എല്ലാരും കണ്ടു പറ്റി സന്തോഷായി. ഇനി ഞാനും സൂറമ്മും അവിടെ പോട്ടെ. അപ്പൊ ഇനി ഞങ്ങൾ എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരിക. അല്ല പോണോന്നോ? റെഡിയല്ലേ? ഞങ്ങള് റെഡിയല്ലേ?
കിറ്റ് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാം ഓരോ കിറ്റ് മാത്രം ഓക്കെ അത് കൊടുത്താൽ നമുക്ക് എന്താണ് നമുക്ക് ഫ്ലൈറ്റ് യാത്ര പോകാം നമുക്ക് ഓരോ കൊണ്ടുപോകാം ഇത്രേ ഉള്ളൂ ഇപ്പൊ ഇതിന് പണി ഇത്രേ പണിയുള്ളൂ വിമാനം കയറാന് വാ ഞങ്ങള് റെഡിയാണ് എന്നാ ഞങ്ങള് പോട്ടെ. അസ്സലാമു അലൈക്കും. മാണിക്ക കല്ലേ തന്തോ ചയ്യട്ടോ. ഇല്ലല്ല ഒന്നും മറന്നിട്ടില്ല. പോരാ ഇതാക്കണ്ട ഏതായാലും എടുത്തുക്കണു.